കണ്ണിന് ചുറ്റും എത്ര കറുത്തിരിക്കുകയാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം. കണ്ണിന് ചുറ്റും മാത്രമല്ല, നമ്മുടെ ലിപ്പിന് ചുറ്റും വരുന്നത്, മൂക്കിൻ്റെ രണ്ട് സൈഡിലും വരുന്ന ഡാർക്ക്നെസ് ഒക്കെ മാറ്റി ഒരു വൈറ്റനിങ്ങിന് പ്രൊമോട്ട് ആക്കുന്ന ഒരു പാക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പാക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഒരു ക്രീമും കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് 100% നാച്ചുറൽ, നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ. അത് 7 days കണ്ടിന്യൂസ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർമനൻറ്റ് വൈറ്റ് സ്കിൻ തന്നെ കിട്ടും. അപ്പോൾ കെമിക്കൽസ് ആയിട്ടുള്ള ക്രീംസ് ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു പെർമനൻറ്റ് വൈറ്റ് സ്കിൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് ഇത് വന്നിട്ട്. ഹലോ, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോമൺ ആയിട്ട് വന്ന 2 മെസ്സേജസ് ആണ് ഈ 2 കാര്യങ്ങൾ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും ആൾക്കാർ ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ വിചാരിച്ചു കുറച്ച് പേർക്കൊക്കെ ഇത് കാണത്തുള്ളായിരിക്കുന്നു. പക്ഷെ മെസ്സേജ് വന്നപ്പോഴാണ് ബോത്ത് ബോയ്സും ഗേൾസും ഇനിയിപ്പോൾ അത്യാവശ്യം ഏജുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ കോമൺ ആയിട്ട് വന്ന മെസ്സേജസ് ആണ് ഇത് 2. എന്താണെന്ന് വെച്ചാൽ ഇതേ കണക്കും കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ആണ്. ഇതേപോലെ നമ്മുടെ ചുണ്ടിനും നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ 2 സൈഡിലൊക്കെ ഡാർക്ക് പിഗ്മെന്റേഷൻ വരത്തില്ല. ഇതാണ് കോമൺ പ്രശ്നം. ഇപ്പം കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരാൻ കുറേ അധികം റീസൺസ് ആണ്. ഇപ്പം നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയില്ലെങ്കിലൊക്കെ, പിന്നെ നമ്മൾ സൺടാനൊക്കെ അടിക്കുന്നത്, അങ്ങനത്തെ കാരണങ്ങളുണ്ട് കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരും. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഒരു ദിവസം ഞാൻ കുറേ അധികം നേരം ഫോൺ യൂസ് ചെയ്യും. കാരണം ഇപ്പം എനിക്ക് വീഡിയോ എടുക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഇപ്പം ആരും നമുക്ക് ചെയ്തു തരാനില്ലല്ലോ. അപ്പം നമ്മൾ സ്വന്തമായിട്ട് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ കുറേ നേരം ഫോണിൽ യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, ഇപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും, ഇപ്പം അവർ ക്ലാസ്സൊക്കെ ചിലതൊക്കെ കാണുന്നത് ഫോണിലൊക്കെ ആയിരിക്കും. പിന്നെ ഇപ്പം ഭയങ്കര സ്ട്രെസ്സൊക്കെ കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിൽ, അങ്ങനത്തെ കാരണങ്ങളുണ്ട് നമ്മുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും. പിന്നെ ഈ ചുണ്ടിന് ഇവിടെയൊക്കെ ഇങ്ങനെ വരാൻ റീസൺ ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ മേ ബി എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കർച്ചീഫ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേർക്കാൻ സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് കർച്ചീഫ് എടുത്തിട്ടുണ്ട് അങ്ങോട്ട് തുടയ്ക്കും. അങ്ങനെ തുടയ്ക്കുമ്പോൾ കണ്ടിന്യൂസ് ചെയ്യുമ്പം അവിടുത്തെ ആ ഒരു ഡെഡ് സെൽസ് ഇങ്ങനെ വരാനും, അതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ നല്ലോണം ഡാർക്ക് പിഗ്മെന്റേഷൻ വരും. അപ്പം നിങ്ങൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മീൻസ് വേർപ്പ് വരുമ്പോൾ നമുക്ക് എന്തായാലും തുടച്ചേ പറ്റും. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ മൈക്രോഫൈബർ ടവൽസ് തൊട്ടുള്ള കർച്ചീഫൊക്കെ കിട്ടും, അത് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഒപ്പിയെടുക്കും, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കുകയോ ചെയ്യാം. അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര ഫോഴ്സിൽ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഭയങ്കര കട്ടിയുള്ള, ഇപ്പം നമ്മൾ കോട്ടൺ സാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാരിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും, നമ്മളിപ്പോൾ ഷോൾ യൂസ് ചെയ്യുകയാണെങ്കിലും, മറ്റേ സീക്വൻസ് പോലത്തെ ഭയങ്കര ഒരുമാതിരി ദേഹത്ത് കൊള്ളുമ്പോൾ ഇങ്ങനെ ഒരയുമ്പോൾ വേദനിക്കുന്ന ടൈപ്പുള്ള തുണിയായിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഫോഴ്സിന് അങ്ങോട്ട് തുടയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലോണം ഡാർക്ക് പിഗ്മെന്റേഷൻ വരും, ഇവിടെയും വരും, നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ നല്ലപോലെ വരും. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത് 2 നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ മാറ്റിയെടുക്കാം. എനിക്ക് വന്ന മെസ്സേജിലും പറഞ്ഞിട്ട് ചേച്ചി എന്തെങ്കിലും നാച്ചുറൽ റെമഡി പറഞ്ഞു തരണേ, അല്ലാണ്ട് ക്രീമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, എന്തെങ്കിലും നാച്ചുറൽ റെമഡി പറഞ്ഞു തരണേ, ഭയങ്കര ഈസി ആയിട്ട് റിസൾട്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഭയങ്കര ഈസി ആയിട്ട് നമ്മുടെ ഈ 2 പ്രശ്നങ്ങളും ഒറ്റൊരു പാക്ക് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പാക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സമയത്ത് ഒട്ടും താമസിപ്പിക്കുന്നത് നമ്മൾ വീട്ടിലോട്ട് പോയാലോ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഒരു പാക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അത് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ഫസ്റ്റ് ഒരു പൊട്ടറ്റോ ആണ്, നമ്മുടെ ഉരുളക്കിഴങ്ങ്. അപ്പം എല്ലാവരും ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഉരുളക്കിഴങ്ങ് ഡയറക്റ്റ് ആ ഒരു ജസ്റ്റ് ഔട്ടർ പോർഷൻ മാത്രം കഴുകിയിട്ട് ആ തൊലിയോടെ വെച്ച് ചെത്തിയിട്ട് അതിന് നീരെടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യല്ല. നമ്മൾ ആ തൊലി മൊത്തം കംപ്ലീറ്റ് കളഞ്ഞിട്ട്, അതിനകത്തുള്ള അഴുക്ക് കംപ്ലീറ്റ് കളഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കാവും. ഇല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കുഞ്ഞു അഴുക്കും പൊടിയൊക്കെ വരുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം ഞാൻ നീരെടുത്തിട്ടുണ്ട്. നീരെടുത്തിട്ട് കുറച്ച് നേരം ഇനി ഫ്രിഡ്ജിൽ വെക്കും. കുറച്ച് നേരം എന്ന് വെച്ചാൽ 10 മിനിറ്റ് വെച്ചാൽ കേട്ടോ. 10 മിനിറ്റ് നമ്മുടെ നീര് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആ നീരെടുക്കാം. ഇപ്പം നമ്മുടെ ആവശ്യത്തിന്, ഇപ്പം ഞാൻ കണ്ണിന് ചുറ്റും നമ്മുടെ ലിപ്പിൻ്റെ സൈഡിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ കടലമാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഭയങ്കര തിക്കാവേണ്ട ഒരു ക്രീമി കൺസിസ്റ്റൻസി ഇരുന്നാൽ മതി കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം. കാരണം കടലമാവ് പെട്ടെന്ന് നേരെ കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇളക്കിയതിന് ശേഷം അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫിയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ മാക്സിമം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാൻ നോക്കണം. ഇനി അതല്ല മറ്റേ കോഫി പൗഡർ എടുക്കണമെങ്കിൽ അത് കുറച്ച് നേരം നോർമൽ വെള്ളത്തിലിട്ട് അലിയിക്കാൻ വെക്കണം. അലിയിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നീര് കിട്ടത്തില്ല. ആ നീര് എടുക്കാവും. അല്ലാണ്ട് എടുക്കുവാണെങ്കിൽ ഇത് തരിതരിപ്പുണ്ടാവും. തരിതരിപ്പ് വരുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ സ്ക്രാച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ ടെൻഷനൊന്നും അടിക്കേണ്ട. മറ്റേത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് എടുത്താൽ മതി. നല്ലോണം അരിയിച്ചിട്ട് അതിൻ്റെ ആ തരിതരിപ്പ് മാറ്റിയിട്ടെടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണും വെച്ച് ഇളക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇളക്കാൻ പറ്റിയതുകൊണ്ട് ഞാൻ പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലോണം ക്രീമി കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഒരു പാക്ക് റെഡിയാക്കി കിട്ടും. അതിനുശേഷം എന്തെങ്കിലും ഒരു ഫേസ് വാഷ് എന്തെങ്കിലും വെച്ച് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ കണ്ണിൻ്റെ അടിയിൽ നമ്മുടെ ലിപ്പിൻ്റെ സൈഡിലും മൂക്കിൻ്റെ സൈഡിലും ഒക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാക്ക് ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. കാരണം ഇതിനകത്ത് എടുത്തേക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ ഫേസിന് നമ്മുടെ കണ്ണിൻ്റെ
കണ്ണിന് ഡാർക്ക് സർക്കിൾസ്, നമ്മുടെ ചുണ്ടിലെ പിഗ്മെൻറ്റേഷൻ, നമ്മുടെ ചുണ്ടിലെ സൈഡിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നത്. നമ്മുടെ മെയിൻ ഐറ്റം വന്നിട്ട് പൊട്ടറ്റോയും കോഫിയാണ്. പൊട്ടറ്റോയ്ക്കകത്ത് വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഇടയിൽ ഡാർക്ക് സർക്കിൾസ്, ഒരുമാതിരി പഫ്നെസ്, കണ്ണ് തൂങ്ങി കിടക്കുമെന്നൊക്കെ പറയത്തില്ല, എനിക്ക് ഉറക്കം കിട്ടാണ്ട് വന്ന് എനിക്ക് കണ്ണ് തൂങ്ങി, ഞാൻ ഓവറായിട്ട് ഫോണൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് കണ്ണ് തൂങ്ങുന്നുണ്ടെന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറയത്തില്ല, അതൊക്കെ മാറ്റാനും അത് മാത്രമല്ല പൊട്ടറ്റോ നമ്മുടെ സ്കിൻ നല്ലോണം വൈറ്റനിങ് ആക്കി വെക്കാനൊക്കെ ഒരുപാട് സഹായിക്കും. പിന്നെ കോഫി എന്ന് പറഞ്ഞാൽ ഡാർക്ക് സർക്കിൾസ് മാറ്റാൻ വേണ്ടി ബെസ്റ്റ് ആയിട്ടാണ് കോഫി വന്നിട്ട്. ഡാർക്ക് സർക്കിൾസ്, ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു പാക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട, ഈ ഒരൊറ്റ പാക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി. കാരണം ഇതിനകത്ത് രണ്ടും എടുത്തേക്ക് നമ്മുടെ മെയിൻ ഐറ്റം വന്നിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി നമുക്കും ഒരു വടിക്ക് 5-6 പക്ഷി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിന് ചുറ്റും എൻ്റെ ലിപ്പിൻ്റെ സെല്ലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമ്മുടെ ഈ പാക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു കാര്യം കൂടെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എല്ലാ ഡേയ്സിലും ചെയ്യാം. നമുക്ക് കിടക്കുന്നതിനൊക്കെ മുന്നേ എല്ലാ ദിവസവും നമുക്ക് രാത്രിയിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൂക്കിൻ്റെ ആ സൈഡിൽ നമുക്ക് മൂക്കിങ്ങനെ നാക്കിയിട്ട് ആ 2 സൈഡിലൂടെ നാക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിൽ, പിന്നെ ചുണ്ടിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ബോത്ത് ബോയ്സിനും ഗേൾസിനും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തിട്ട് വന്നപ്പോഴാണ് മറ്റേ പാണ്ടാ കുഞ്ഞൊക്കില്ലേ, ചില കരടി കുട്ടികൾ അങ്ങനത്തെ നമ്മൾ കാർട്ടൂണിലൊക്കെ കാണത്തില്ല, കണ്ണിന് ചുറ്റും നമ്മുടെ വായുടെ ആ സൈഡിൽ വേറെ കളർ, എനിക്ക് അതുപോലെയൊക്കെയാണ് തോന്നിയത് കേട്ടോ. അതിന് ശേഷം കറക്റ്റ് ഒരു 15 മിനിറ്റ് മാത്രം നമ്മുടെ പാക്ക് വെച്ചാൽ മതി. ഓവറായിട്ട് വെക്കല്ലോ, ഓവറായിട്ട് വെക്കുമെങ്കിൽ ചുളിവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ 15 മിനിറ്റിന് ശേഷം ഇതേ കണക്കൊരു കോട്ടൺ നല്ലോണം വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ തുടച്ച് കാണിക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഭയങ്കര ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫസ്റ്റ് ടൈം യൂസ് ചെയ്താൽ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് വന്നതിന് ശേഷമാണ് നമ്മുടെ അടുത്ത ഐറ്റം. ഈ റെഡിയാക്കാൻ പോകുന്ന ഐറ്റം നമുക്ക് ഡെയിലി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അലോവേറ ജെൽ എടുക്കുക. ഞാൻ ഇവിടെ വാവിൻ്റെ അലോവേറ ജെല്ലാണ് എടുത്തേക്കുന്നതും. ഞാൻ അതിനനുസരിച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് പൊട്ടറ്റോയുടെ ജ്യൂസാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് പൊട്ടറ്റോയുടെ ജ്യൂസ് ബാക്കിയില്ലേ, അതിൽ നിന്ന് കുറച്ച് പൊട്ടറ്റോയുടെ ജ്യൂസും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് അത് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതിനകത്ത് ജെല്ലായതുകൊണ്ട് കുറച്ച് മിക്സ് ആക്കി കിട്ടാൻ പാടാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ അലോവേറ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി, അതാണ് കേട്ടോ ബെസ്റ്റ് വന്നിട്ട്. അപ്പോൾ ജെല്ലും പൊട്ടറ്റോയുടെ നീരും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എന്നും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഈ ഒരു ക്രീം പോലത്തെ ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം, അതല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കാം. ഇനിയിപ്പോൾ എന്നും പൊട്ടറ്റോയുടെ നീരെടുക്കാൻ പാടാണെങ്കിൽ റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. ഡാർക്ക് സർക്കിൾസും ചുണ്ടിനും ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ മാത്രമല്ല ഇത് യൂസ് ചെയ്താൽ പോകുന്നത് നമ്മുടെ ഫേസിലുള്ള ഓപ്പൺ പോർസ്, ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി ഒക്കെ കുറയ്ക്കാനും പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാൻ വേണ്ടി അടിപൊളിയായിട്ട് സഹായിക്കും. അത് മാത്രമല്ല ഒരു 7 ഡേ കണ്ടിന്യൂസ് നമ്മുടെ ഒരു പൊട്ടറ്റോയുടെ നീരും അലോവേറ ജെല്ലും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ലപോലെ വൈറ്റനിങ് ആക്കാനൊക്കെ അടിപൊളിയായിട്ട് സഹായിക്കും. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറ്റി നമുക്ക് നല്ല ക്ലിയർ സ്കിൻ തരും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഒരു പാക്ക് കണ്ണിന് ചുറ്റും നമ്മുടെ ലിപ്പിനും നമ്മുടെ ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ മോതിരവിരലില്ലേ അത് വെച്ചിട്ട് ഇതേ കണക്കൊന്ന് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവാനൊക്കെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുന്നതാണ്. ലൈഫിൽ ഒരിക്കലും ഇങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കി പിന്നെ നിങ്ങൾ നിർത്തത്തില്ല. ബൈ ഡിയേഴ്സ്.